3 സിസേറിയൻ കഴിഞ്ഞവള. അവളെയാണ് ബന്ധുക്കളുടെ മുന്നിലിട്ട് ചവിട്ടി കൂട്ടിയത്. കല്യാണം കഴിഞ്ഞ അന്നു മുതൽ ക്രൂരപീഡനം. നോബിക്കെതിരെ ഷൈനിയുടെ പിതാവ്. ഏറ്റുമാനൂരിൽ ട്രെയിന് മുന്നിൽ ചാടി അമ്മയും 2 പെൺമക്കളും ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി ഷൈനിയുടെ പിതാവ്. ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് പോലും അതിക്രൂരമായി ഷൈനിയുടെ ഭർത്താവ് നോബി മർദ്ദിച്ചു. അന്ന് വൈകിട്ടാണ് മക്കളെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ നേരത്തെ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ വൈകിയെന്നും പിതാവ് കുര്യാക്കോസ് ആരോപിച്ചു. ഭർത്താവ് നോബി കല്യാണം കഴിഞ്ഞ അന്നു മുതൽ ഷൈനിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഷൈനി ഇക്കാര്യം വീട്ടിലും സൂചിപ്പിച്ചിരുന്നു. വിവാഹമോചന കേസിൽ ഹാജരാകാൻ നോബി തയ്യാറാകാത്തത് ഷൈനിയെ സമ്മർദ്ദത്തിലാക്കിയെന്നും പിതാവ് പറയുന്നു. പലതവണ നോട്ടീസ് നൽകിയിട്ടും വഴങ്ങിയില്ല. ഈ കാര്യങ്ങളാൽ ഷൈനി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നാണ് ഷൈനിയുടെ അച്ഛൻ പറയുന്നത്. 9 മാസം മുമ്പ് രാവിലെ മുതൽ വൈകിട്ട് വരെ മകളെ ബന്ധുക്കളുടെ മുന്നിലിട്ട് ചവിട്ടിക്കൂട്ടി. ആ ബന്ധുക്കൾ ഇവിടെ വന്ന് ആ കാര്യം പറഞ്ഞു. അന്ന് രാത്രി 12 മണിക്കാണ് ഞാൻ മകളെയും കുട്ടികളെയും വിളിച്ചുകൊണ്ടുവന്നത്. അവിടുന്ന് നേരെ പോയത് തൊടുപുഴ വനിതാ സെല്ലിലാണ്. പരാതി കൊടുത്തിട്ടാണ് വീട്ടിലേക്ക് വന്നത്. 3 സിസേറിയൻ കഴിഞ്ഞവളാണ്. അവളെയാണ് ബന്ധുക്കളുടെ മുന്നിലിട്ട് ചവിട്ടിയത്. മർദ്ദനമേറ്റ് അവളുടെ ദേഹം മുഴുവൻ കരുവാളിച്ചിരുന്നു. ഏറ്റുമാനൂർ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ അവളെ പരിശോധിച്ച ശേഷം ഉടൻ തന്നെ പോലീസിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു. ആ പരാതി ആരുടെയോ സമ്മർദ്ദത്തിൽ 15 ദിവസം മനഃപൂർവ്വം വൈകിപ്പിച്ചുവെന്നും പിതാവ് പറയുന്നു. അതേസമയം വൈദികനായ ഷൈനിയുടെ ഭർത്തൃ സഹോദരനെതിരെയും ആരോപണം ഉയരുന്നുണ്ട്. വിദേശത്തുള്ള വൈദികനായി പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ഫെബ്രുവരി 28-നാണ് ഷൈനിയെയും മക്കളായ അലീന, ഇവാന എന്നിവരെയും ഏറ്റുമാനൂർ പാറോലിക്കർ റെയിൽവേ ഗേറ്റിന് സമീപം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്.